ഹലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു പപ്പായ തോരൻ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, വറമുളക്, കറിവേപ്പില. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് വറമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചെറിയുള്ളി കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ടിൻ്റെയും പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല റെഡിഷ് കളർ ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വതങ്ങിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ പപ്പായ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് കൂടെ നമ്മൾ ഈ ഒരു ടൈം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല, വേണമെന്നുള്ളവർക്ക് മഞ്ഞൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുന്നുണ്ട്, വെന്തിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മുടെ തേങ്ങ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് പോരെങ്കിൽ ആഡ് ചെയ്യാം, വെള്ളം വറ്റാത്ത മുന്നേ. എന്നിട്ട് തേങ്ങ നമുക്കിതിലിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നല്ല ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റും. നമുക്ക് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറിയില്ല തേങ്ങ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.